മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2014 2015 കുടുംബങ്ങളെ അധികരിച്ചു നടന്ന സിനഡുകളുടെ വെളിച്ചത്തിൽ 2016 ഫ്രാൻസിസ് പാപ്പ നമുക്കൊരു സമ്മാനം നൽകുകയുണ്ടായി. സ്നേഹത്തിന്റെ സന്തോഷം. അതിന്റെ 1-ാം അധ്യായത്തെ തന്നെ ഇപ്രകാരം പറയുന്നു: സ്നേഹിക്കുകയും ജീവന് ജന്മം നൽകുകയും ചെയ്യുന്ന ദമ്പതികൾ സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള സജീവവും യഥാർത്ഥവുമായ ഐക്യനാണ്. കുടുംബ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുടുംബത്തിൽ വചനം പഠിക്കുകയും വചനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഇതാ കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ഈ വർഷം അവതരിപ്പിക്കുന്നു ലോഗോസ് ഫാമിലിയ ക്വിസ് 2016. ഈ റൗണ്ടിലെ 4-ാമത്തെ ചോദ്യം. റെഡി? യെസ്. ഉപമകൾ വഴിയാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി വ്യക്തമായി ഞാൻ നിങ്ങളോട് സംസാരിക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യുവർ ടൈം. ബഥാനിയ ഗ്രൂപ്പിൽ നിന്ന് ആരംഭിക്കുന്നു. ബഥാനിയ ഗ്രൂപ്പ്. ഉപമകൾ വഴിയാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ. കഫർനാം. ഉപമകൾ വഴിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ. ജെറിക്കോ. ഉപമകൾ വഴിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ. ബേത്ലഹേം. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ. നസ്രത്ത്. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഉപമകൾ വഴിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് സംസാരിച്ചത്. എന്നാൽ ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി ഞാൻ സ്പഷ്ടമായി നിങ്ങളെ അറിയിക്കും. ഓക്കെ. നമുക്കതിന്റെ ശരിയായ വാക്യം നമുക്ക് കേൾക്കാം. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. ഈ റൗണ്ടില് പൂർണ്ണമായും ശരിയാക്കിയവര് ആരും തന്നെ ഇല്ല. എങ്കിലും നസ്രത്ത് ഗ്രൂപ്പ് 2.5 മാർക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. 2.25 മാർക്ക് ജെറിക്കോ ഗ്രൂപ്പ്. ബത്ലഹേം ഗ്രൂപ്പ് 1.5 മാർക്ക്. ബഥാനിയ ഗ്രൂപ്പ് 2.25 മാർക്ക്. കഫർനാം ഗ്രൂപ്പ് 2.25 മാർക്ക്. ഖാന ഗ്രൂപ്പ് 1.75 1.25 മാർക്ക്. ഈ റൗണ്ടില് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്.
ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Yes, your time. കഫർനാം. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ജെറിക്കോ. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ബെത്ലഹേം. എങ്കിലും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. നസ്രത്ത്. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. കാന. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഓക്കെ. ബെതാനിയ. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ ഞാൻ അയക്കുന്ന സഹായം നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. പിതാവിന്റെ അടുക്കൽ നിന്ന് വരുന്ന ഞാൻ അയക്കുന്ന സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഈ റൗണ്ടിൽ അവസാനത്തെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം 3 ഗ്രൂപ്പുകൾ പറഞ്ഞിരിക്കുന്നു. കാരണം അതിന് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കഫർനാം, നസ്രത്ത്, കാന 3 ഗ്രൂപ്പുകൾ അത് ശരിയായി തന്നെ ആ വാചകം എഴുതിയിരിക്കുന്നു. അവർക്ക് ഫുൾ മാർക്ക് ഇതിൽ ലഭിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. ലോഗോസ് ഫമിലിയ ക്വിസ് 2016ന്റെ അടുത്ത റൗണ്ട് ചടുലമായ റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ഈ റൗണ്ടിൽ ഓരോ കുടുംബത്തിനും ഓരോ സെറ്റ് ചോദ്യങ്ങൾ ലഭിക്കും. ലഭിച്ചിരിക്കുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുക. ഒരു ചോദ്യത്തിന് 2 പോയിന്റ് വെച്ച് 12 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആകെ 24 പോയിന്റ്സ് ഈ റൗണ്ടിൽ നിന്ന് കരസ്ഥമാക്കാവുന്നതാണ്. അതോടൊപ്പം ക്വിസ് മാസ്റ്ററുടെ ഗ്രേസ് മാർക്ക് 1 മാർക്ക് കൂടെ ചേർത്താൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ഉത്തരത്തിനും ആൻസർ പറയാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. റാപ്പിഡ് ഫയർ റൗണ്ട്. അടുത്ത റൗണ്ടിലേക്കുള്ള നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ജിഷ കൈമാറുന്നു. അത് തുറന്നു നോക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾക്കെടുക്കാം. ഈ റൗണ്ടിൽ നമുക്ക് ചോദ്യങ്ങൾ ഡിസ്പ്ലേയിൽ 60 സെക്കൻഡ്സ് നിങ്ങൾക്ക് കാണാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കർത്താവിന്റെ കോപാഗ്നി കത്തി ജ്വലിച്ച സ്ഥലത്തിന് ലഭിച്ച പേര്? കാനാൻ ദേശം ഉറ്റുനോക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും അയച്ചത് ആരെ? ഒരു ഹിൻ എത്ര ലിറ്റർ? 200. സുഭാഷിതങ്ങൾ 11 പ്രകാരം സമ്പത്ത് പ്രയോജനപ്പെടുകയില്ലാത്തത് എന്ന്? ക്രോധത്തിന്റെ ദിനത്തിൽ. ഭർത്താവിന്റെ അസ്ഥികളിലെ അർബുദം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? അപമാനം വരുത്തി വെക്കുന്നവൻ. നല്ല മനുഷ്യൻ തന്റെ പ്രവർത്തികൾ വഴി നന്മ കാണിക്കുന്നവൻ. ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ്? ജെറുസലം ദേവാലയം ആദ്യം തകർക്കപ്പെട്ട വർഷം ഏതാണ്? ആരെയാണ് ദൈവം വെറുക്കുന്നത്? യേശുവിനെ ചോദ്യം ചെയ്ത പ്രധാന പുരോഹിതനാര്? ഞെരുക്കത്തിലും ധൈര്യമായിരിക്കാൻ ഈശോ പറഞ്ഞതിന് കാരണമെന്ത്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
യേശുവിനെ സമീപിച്ച പടയാളികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എന്തെല്ലാം? ആയുധങ്ങളും വിളക്കുകളും പങ്കെടുത്തു. യേശുക്രിസ്തു ആരിലൂടെയാണ് യോഹന്നാന് വെളിപാട് നൽകിയത്? ദൂതനയച്ചു. ഓക്കെ, ഈ റൗണ്ടിൽ 8 ഉത്തരം പൂർണ്ണമായും ശരിയായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അതിന് തെറ്റിയത് കാനാൻ ദേശം ഒറ്റുനോക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് അയച്ചത് റാഫുവിന്റെ മകൻ പൽദിയാണ്. റാഫു എന്നാണ് പറഞ്ഞത്. ഒരു ഹിൻ എത്രയാണെന്നുള്ളത് ഇവിടെ ശരിയായ ഉത്തരം ആൾ പറഞ്ഞെങ്കിലും നമ്മൾ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി. നല്ല മനുഷ്യൻ തന്റെ പ്രവൃത്തികൾ വഴി നന്മ കാണിക്കുന്നവൻ, അത് നമ്മുടെ അമോറിസ് ലെത്തീസിയയിൽ നിന്നാണ്. ക്രിസ്തുവെത്തായി, അതാണ് ആ ഗ്രീക്ക് പദം. അത് പറയാൻ തെറ്റിപ്പോയി. ബാക്കി ശരിയായി പറഞ്ഞിരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8 ഉത്തരം ശരിയായിരിക്കുന്നു. 16 പോയിന്റ് ഈ റൗണ്ടിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കിസ്രോത്ത് ഹത്താവയിൽ നിന്ന് ജനം ചെന്ന് താമസിച്ചത് എവിടെ? കാനാൻ ദേശം ഒറ്റുനോക്കാൻ റൂബൻ ഗോത്രത്തിൽ നിന്നും അയക്കപ്പെട്ടത് ആര്? സക്കൂറിന്റെ മകൻ ശമ്മൂവ. ഒരു ഹോമർ എത്ര ലിറ്റർ? 200 ലിറ്റർ. കർത്താവ് വെറുക്കുന്നതായി സുഭാഷിതങ്ങൾ 11:1 പറയുന്നത് എന്ത്? കള്ളത്തറ. നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നത് ആര്? ഭോഷൻ. സൗമ്യതയും ശ്രദ്ധയും ഉള്ളത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം? അനാവ്. യഹൂദർ ബാബിലോണിയൻ പ്രവാസശേഷം തിരികെ വന്ന വർഷം? അറിയില്ല. വീട് പണിയുന്നത് ആര്? ജ്ഞാനം. വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? തനിക്ക് ലോകത്തിൽ സ്വന്തമായുള്ളവർക്കെല്ലാം ജീവൻ നൽകേണ്ടതിന്. ശിഷ്യന്മാരെ ശത്രുക്കൾ എവിടെ നിന്നും പുറത്താക്കുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. അവർ കാരണം കൂടാതെ എന്നെ വെറുത്ത് എഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗം. സങ്കീർത്തനം. സ്മിർനായിലെ സഭയോട് എന്തിനെ കുറിച്ചാണ് ഭയപ്പെടരുത് എന്ന് പറയുന്നത്? സ്മിർനായിലെ സഭയോട് എന്തിനെ കുറിച്ചാണ് ഭയപ്പെടരുതെന്ന് പറയുന്നത്? നിങ്ങൾ ഉടനെ സംഭവിക്കാനിരിക്കുന്ന സഹനത്തെ കുറിച്ച്. ഇത്തിരി സമയം കൂടുതൽ എടുത്തു പോയി. അത് ഏതാണ്ട് കറക്കി ശരിയായി വന്നു. അതിന്റെ പകുതി മാർക്ക് അച്ഛൻ തരാം അതിൽ. ഓക്കെ, 7 എണ്ണം പൂർണ്ണമായി ശരി. തെറ്റിയത് നിങ്ങൾക്ക് ഒരു ഹോമർ എത്ര ലിറ്റർ? 450, 450 സൗമ്യതയും ശ്രദ്ധയും ഉള്ളത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം പറഞ്ഞു തുടങ്ങിയതായിരുന്നു, പക്ഷെ പിന്നെ പോയി. അസ്കെ മൊനായി ആണ്. മൊനായി മാത്രം പറഞ്ഞു. ഓക്കെ, യഹൂദർ ബാബിലോണിൽ പ്രവാസശേഷം തിരികെ വന്ന വർഷം പാസ് ചെയ്ത് വിട്ടു. വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? അത് പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കുന്നതിന് വേണ്ടിയാണ്. മോള് കുറേ ഇങ്ങനെ കുറച്ചൊന്ന് വളച്ചു കെട്ടി, അതേപോലെ തന്നെ വളച്ചു കെട്ട അവസാനത്തിലുണ്ടായി. അതുകൊണ്ട് അതിന് 1 മാർക്ക് തരുന്നുള്ളൂ. 15 മാർക്ക് നിങ്ങൾ ഈ റൗണ്ടിൽ കരസ്ഥമാക്കുന്നു. കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അഗ്നി ശമിച്ചു. കാനാൻ ദേശം ഒറ്റുനോക്കാൻ മനാസയുടെ ഗോത്രത്തിൽ നിന്നും അയക്കപ്പെട്ടത് ആര്? ഒരു എഫ എത്ര ലിറ്റർ? 450 ലിറ്റർ. സുഭാഷിതങ്ങൾ 11:9 പ്രകാരം നീതിമാൻ എന്ത് നിമിത്തമാണ് വിമോചിതനാകുന്നത്? നീതി നിമിത്തം. സുഭാഷിതങ്ങൾ 12 പ്രകാരം ഭർത്താവിന്റെ കിരീടം എന്താണ്? വേഗവതിയായ ഭാര്യ. സ്നേഹം ദീർഘക്ഷമയുള്ളത് എന്ന അർത്ഥത്തിൽ ആദ്യം ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് പദം ഏതാണ്? അറിയില്ല. വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? 89-96. ദുഷ്ടർ കുമ്പിടുന്നത് എവിടെയാണ്? നീതിമാന്മാരുടെ കവാടങ്ങൾ. യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുന്ന യേശുവിന്റെ ആദ്യ മൊഴി? യോഹന്നാൻ സുവിശേഷം ആദ്യയിൽ വചനമുണ്ടായിരുന്നു. യേശുവിനെ പിടിച്ച് ബന്ധിച്ച ശേഷം ആരുടെ അടുക്കിലേക്കാണ് കൊണ്ടുപോയത്? ഓക്കെ, 2 ചോദ്യം കൂടി ചോദിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പാസ് ചെയ്ത് വിടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിൽ 1 എണ്ണം യോഹന്നാന്റെ ജനറൽ ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ എടുത്തത്. ആദ്യത്തെ ഇത് ചോദിക്കേണ്ട കാര്യമില്ല. ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് അത് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. പൊതുവായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ടാണ് ഉൾക്കൊള്ളിച്ചത്. ഒരു എഫ എത്ര ലിറ്റർ ആണ് എന്നുള്ളത് തെറ്റിപ്പോയി. 45 ലിറ്ററേ ഉള്ളൂ. ഓക്കെ, പിന്നെ സുഭാഷിതങ്ങൾ 12 പ്രകാരം ഭർത്താവിന്റെ കിരീടം എന്താണ്? ഭാര്യ എന്ന് പറഞ്ഞു, പക്ഷേ ഉത്തമയായ ഭാര്യയാണ്. 5 എണ്ണം പൂർണ്ണമായി ശരിയും 1 എണ്ണം ഭാഗികമായി ശരിയും. 10+1 11 മാർക്ക് ഈ റൗണ്ടിൽ യുവർ ടൈം. ജനം മന്ന പൊടിച്ചിരുന്നത് എങ്ങനെ? തിരിക്കല്ലിലോ ഉഴലിലോ. കാനാൻ ദേശം ഒറ്റുനോക്കാൻ എഫ്രായിം ഗോത്രത്തിൽ നിന്ന് അയച്ചത് ആരെ?
നൂഹിന്റെ മകൻ ഹോശേയ. ഒരു ഹോമർ എത്ര FI ആണ്? ഒരു ഹോമർ എത്ര FI ആണ്? 450. സത്യസന്ധർക്ക് വഴി കാട്ടുന്നത് എന്ത്? നീതി. മനുഷ്യരെ മോചിപ്പിക്കുന്നത് എന്ത്? അസൂയാലു ആവുക എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പദം. റോമാക്കാർ ജെറുസലം ആദ്യം കീഴടക്കിയ വർഷം. ആര് എടി ഈ ആര് വിവേകം അന്വേഷിക്കുന്നതാണ് നിഷ്ഫലം? യേശുവിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കാൻ നത്താനിയേൽ ഉപയോഗിച്ച സംജ്ഞ ഏത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെങ്കിലും എന്തു ചെയ്യാനാണ് ഈശോ പറഞ്ഞത്? നാശത്തിന്റെ ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കും. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് ചില ചോദ്യങ്ങൾ കോമൺ ചോദ്യങ്ങളുള്ളതുണ്ട്. നിങ്ങൾക്ക് ജനറലായിട്ട് പഠിക്കാവുന്ന ചോദ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചതിന്റെയാണ് ആ ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളത്. 3 ചോദ്യങ്ങൾക്കാണ് കൃത്യമായ ഉത്തരം പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഹോഷയ ശരിയായി, തിരികലിൽ അല്ലെങ്കിൽ ഒരല്ലോ 8 ശരിയായി. ഒരു ഹോമർ എത്ര FI ആണ്? 10 ആണ് ബൈബിളിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. 3 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വെച്ച് 6 മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കി. താങ്ക് യു. യുവർ ടൈം. തന്നോടത്ത് എത്ര യോദ്ധാക്കൾ ഉണ്ടെന്നാണ് മോശ കർത്താവിനോട് പറഞ്ഞത്? 6 ലക്ഷം. കാനാൻ ദേശം ഒറ്റുനോക്കാൻ യൂദാ ഗോത്രത്തിൽ നിന്നും അയക്കപ്പെട്ടത് ആരെ? കാലബ്. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് ഒരു ഷെക്കൽ എത്ര ഗേര? 20 ഗേര. സുഭാഷിതങ്ങൾ 11 പ്രകാരം അഹങ്കാരത്തിന്റെ പിന്നാലെ ഉള്ളത് എന്ത്? അപമാനം. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ ആര്? അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവൻ. വ്യർത്ഥാഭിമാനം ഗർവ് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദം ഏത്? റോമാക്കാർ ജെറുസലം നശിപ്പിച്ച് ഇസ്രായേൽക്കാരെ വിശുദ്ധ നഗരത്തെ പുറത്താക്കിയ വർഷം. സമൃദ്ധമായ വിളവ് നൽകുന്നത് എന്ത്? ഉച്ചിതനായ യേശു തിബേരിയാസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നവർ എത്ര? സഹായകൻ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? അവരെന്നെ വിശ്വസിക്കാത്തതുകൊണ്ട്. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ എന്താണ് ഉണ്ടാവുക? നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകും. വിശ്വാസമാണ് പൂർണ്ണമാകണേ, സന്തോഷമാണ് പൂർണ്ണമാകണേ. സന്തോഷമായിരുന്നു അല്ലെ? ഓക്കെ, സന്തോഷമായേനെ. സമൃദ്ധമായ വിളവ് നൽകുന്നത് മോള് പറയാൻ ശ്രമിച്ചു അല്ലെ? എന്തായിരുന്നു അത്? മോള് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോഴേക്കും സംഭവം ടൈം വിട്ടുപോയി. അതാണ് ഒരു പ്രശ്നം ഉണ്ടായി. അല്ലെങ്കിൽ അതിന് കിട്ടുമായിരുന്നു. 7 എണ്ണം ശരിയാക്കി. നല്ല രീതിയിൽ പോന്നതായിരുന്നു. പിന്നെ ആ ഗ്രീക്ക് പദം എല്ലാവർക്കും ചോദിച്ചിട്ടുണ്ട്. ആർക്കും ഒരു പക്ഷഭേദമില്ല. നമ്മളത് പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ഗ്രീക്ക് പദം എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. ആ അമോറിസ് ലെത്തീസിയയുടെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണത്. അതിന്റെ ആൻസർ പെർപ്പരെ ബുത്തോയ്. പറയാൻ വന്നതായിരുന്നു അല്ലെ? കഷ്ടമായിപ്പോയി. 7 × 2 14 മാർക്ക് കേട്ടോ. താങ്ക് യു. യെസ്. സോ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. യുവർ ടൈം. ജോഷുവ മോശയോട് വിലക്കാൻ ആവശ്യപ്പെട്ട 2 പ്രവാചകർ ആരൊക്കെയാണ്? കാനാൻ ദേശം ഒറ്റുനോക്കാൻ ശിമയോൻ ഗോത്രത്തിൽ നിന്നും അയക്കപ്പെട്ടത് ആരെ? ഒരു ഷെക്കൽ എത്ര ഗ്രാം? 11.4. സുഭാഷിതങ്ങൾ 11:1 കർത്താവിനെ സന്തോഷിപ്പിക്കുന്നത് എന്ത്? ന്യായമായ തൂക്കം. സുഭാഷിതങ്ങൾ 12 പ്രകാരം കർത്താവിന് വെറുപ്പുളവാക്കുന്നത് എന്ത്? സ്നേഹം അഹങ്കാരമുള്ളതല്ല എന്ന് സൂചിപ്പിക്കുന്ന പദം. റോമാക്കാർ ജെറുസലം ദേവാലയം തകർത്ത വർഷം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ആര്? യേശുവിനെയും ശിഷ്യരെയും ലോകം പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? യേശു ഈ ലോകത്തിൽ ആരെയാണ് അവസാനം വരെ സ്നേഹിച്ചത്? യേശുവിനും സ്വന്തമായുള്ളവരെ. സഹായകൻ എന്തെല്ലാമാണ് ലോകത്തെ ബോധ്യപ്പെടുത്തുക? പാപം, നീതി, ന്യായവിധി. എന്തിനെ പ്രതിയായിരുന്നു യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നത്? ദൈവവചനത്തെയും യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപാടിനെയും പ്രതി. വലിയ യേശുക്രിസ്തുവിനെയും ദൈവവചനത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപാടിനെയും പ്രതി. വെളിപാടാണോ വേറെന്തെങ്കിലും വാക്കുണ്ടോ അവിടെ? സാക്ഷ്യത്തെയും പ്രതി. ഓക്കെ, ദാറ്റ്സ് ഡൺ. യെസ്. ഈ റൗണ്ടില് ഗ്രീക്ക് വാക്ക് ഒരാളെങ്കിലും ശരിയാക്കിയത് ഗ്രീഷ്മയാണ്. പ്രത്യേക അഭിനന്ദനം. 7 എണ്ണം പൂർണ്ണമായും ശരിയാണ്. അവസാനം പറഞ്ഞതിൽ അവസാനത്തെ ഭാഗം ചെറുതായിട്ട് വിട്ടുപോയി. അതുകൊണ്ട് 1 മാർക്ക് ഞാൻ തരുന്നുള്ളൂ.
7 × 2 14 + 1 15. 15 മാർക്ക് ബെത്ലഹേം ഗ്രൂപ്പ് ഈ റൗണ്ടിൽ കരസ്ഥമാക്കും. ഫെമിലിയ ക്വിസ് 2016ന്റെ 4 റൗണ്ടുകൾ ഇവിടെ സമാപിക്കുമ്പോൾ ഓരോ കുടുംബവും കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോറുകൾ ഇപ്രകാരമാണ്. ബെത്ലഹേം 47.5 പോയിന്റ്, നസ്രത്ത് 65.25 പോയിന്റ്, കാന 45.75 പോയിന്റ്, ബഥാനിയ 60.25 പോയിന്റ്, Capernaum 77.08 points and Jericho 64 points. ഒരേ സ്കോർ നിലയിലാണ് 6 ടീമുകളും പോകുന്നത്. തുല്യ മാർക്കുകളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നു. അതുകൊണ്ട് ഈ അവസാനത്തെ റൗണ്ട് വിധി നിർണായക റൗണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഫെമിലിയ ക്വിസ് 2016ന്റെ ബസർ റൗണ്ടിലേക്ക് സ്വാഗതം. ഈ റൗണ്ടിൽ ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതമാണ് ലഭിക്കുക. ക്വിസ് മാസ്റ്ററുടെ ചോദ്യം പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം ഉത്തരം പറയുക. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ചോദ്യം തന്നെ കാണാവുന്നതാണ്. ഉത്തരം ഉറപ്പാണെങ്കിൽ മാത്രം ബസർ അമർത്തുക. ശരിയായ ഉത്തരം ഉറപ്പാണെങ്കിൽ മാത്രം ബസർ അമർത്തുക. കാരണം ബസർ അമർത്തിയതിന് ശേഷം പറയുന്ന തെറ്റായ ഉത്തരത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന സ്കോറിൽ നിന്നും 10 മാർക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ക്വിസ് മാസ്റ്ററുടെ ചോദ്യം ശരിയായി ശ്രദ്ധിച്ചു കേൾക്കുക. പെട്ടെന്ന് തന്നെ കറക്റ്റായ ഉത്തരത്തിലേക്ക് വരിക. ബസർ അമർത്തുക. ഇത് ഏതാനും സെക്കൻഡ്സിനുള്ളിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയ മത്സരാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടെ ഈ ബസർ റൗണ്ടിലേക്ക് സ്വാഗതം. പ്രത്തോറിയത്തിൽ വെച്ച് പീലാത്തോസ് യേശുവിനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു ഏതെല്ലാം? ചോദ്യം ബസർ അമർത്തിയിരിക്കുന്നത് ജെറീക്കോ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് ഉത്തരം പറയാം. 4 ചോദ്യങ്ങൾ. നീ യഹൂദരുടെ രാജാവാണോ? എന്താണ് സത്യം? യെസ്. നീ എന്താണ് ചെയ്തത്? നീ എന്താണ് ചെയ്തത്? യെസ്. നീ എവിടെ നിന്ന് വരുന്നു? 4 എന്ന ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ജൂറിയുടെ അഭിപ്രായം 8 മാർക്ക് ജെറീക്കോ ടീം കരസ്ഥമാക്കുന്നു. പഞ്ചായത്ത്. പുതിയ നിയമത്തിന്റെ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കോഡക്സുകൾ ഏവ? യെസ്. വീണ്ടും ആ ചോദ്യത്തിന് വസ്ത്രമർത്തിയിരിക്കുന്നു ജെറീക്കോ ടീം. വത്തിക്കാൻ കോഡക്സ്, വത്തിക്കാൻ കോഡക്സ്, സീനായ് കോഡക്സ്, സീനായ് കോഡക്സ്, അലക്സാണ്ട്രിയൻ കോഡക്സ്. ശരിയായ ഉത്തരം തന്നെയാണ്. 15 മാർക്ക് ഈ റൗണ്ടിൽ ജെറീക്കോ ഗ്രൂപ്പ് കരസ്ഥമാക്കുന്നു. ബെനഡിക്ട് 15 പാപ്പ പ്രസിദ്ധീകരിച്ച ദൈവവചന സംബന്ധിയായ ചാക്രിക ലേഖനമേത്? വർഷമേത്? ജെറീക്കോ ഗ്രൂപ്പാണ് പ്രസിദ്ധീകരിക്കുന്നത്. അവർക്ക് പറയാം. സ്പിരിത്തൂസ് പരാക്ലിത്തൂസ് 1920. സ്പിരിത്തൂസ് പരാക്ലിത്തൂസ് 1920. കറക്റ്റ് ആൻസർ. 15 points. ദൈവത്തിന്റെ ആത്മാവിന് പകരം യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതെല്ലാം? ദൈവത്തിന്റെ ആത്മാവിന് പകരം യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതെല്ലാം? ബെത്ലഹേം ഗ്രൂപ്പ്. സത്യാത്മാവ്, സത്യാത്മാവ്, സഹായകൻ, സഹായകൻ. വേറെ ഏതെങ്കിലും വാക്കുണ്ടോ? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. നിങ്ങൾ പഠിക്കാത്തതായിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റേതെങ്കിലും വാക്കുകളും കൂടി പറയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും വാക്കുകൾ ഓർമ്മയിലുണ്ടോ? ഉത്തരം കറക്റ്റാണ്. നിങ്ങൾ പഠിക്കേണ്ട ഭാഗത്ത് നിന്ന് 3 വാക്കുകളാണ്: പരിശുദ്ധാത്മാവ്, സഹായകൻ, സത്യാത്മാവ്. എന്നാൽ മറ്റു ഭാഗങ്ങളില് ആത്മാവ്, ജീവജലത്തിന്റെ അരുവികൾ, ദൈവത്തിന്റെ ദാനം, ജീവജലം, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി തുടങ്ങിയ വാക്കുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഇത് 3 മാത്രമേ ഉള്ളൂ. അത് ശരിയായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് 15 മാർക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യുന്നു. വെരി ഗുഡ്.
സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് യേശു സംസാരിച്ചത് ആരോടൊക്കെ എവിടെയൊക്കെ എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? യെസ്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്ന് 2 പ്രാവശ്യം. എവിടെയൊക്കെ? പത്രോസ്, ഷിമയോൻ പത്രോസിനോട് 13 അധ്യായം. വേണ്ട, വാക്യം പറയേണ്ട കാര്യമില്ല, എനിക്ക് അധ്യായം പറഞ്ഞാലും മതി, കുഴപ്പമില്ല. പിന്നെ എവിടെയാ പറഞ്ഞാണ്? 2 പ്രാവശ്യം പറഞ്ഞത്. 1 പത്രോസിനോട്, പിന്നെ 2 പത്രോസിനോട്. 2 പത്രോസിനോട് തന്നെയാണ്. അതെ, അധ്യായം പറയാൻ പറ്റുമോ? ടെൻഷൻ പിടിക്കണ്ട, റിലാക്സ്, ഒരു പ്രശ്നമില്ല. ഉത്തരം ശരിയാണ്. നിങ്ങൾ പറഞ്ഞതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ തരുന്നു. 2 പത്രോസിനോട് തന്നെയാണ്. 11.25 മാർക്ക് കിട്ടിയിരിക്കുന്നു. വെരി ഗുഡ്. യെസ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ട്രെൻഡ് കൗൺസിൽ ബൈബിളിലെ കാനോനിക ഗ്രന്ഥങ്ങൾ ആത്യന്തികമായി പ്രഖ്യാപിച്ച് പുറപ്പെടുവിച്ച രേഖയുടെ പേരെന്ത്? ബൈബിൾ സംബന്ധമായ പൊതു ചോദ്യങ്ങളാണ്. ഉത്തരം ദേ കാനോനിച്ചിസ് സ്ക്രിപ്തൂരീസ്. ലോഗോസ് 2016ന്റെ പുതുമയായിരുന്നു ഫമീലിയ ലോഗോസ് ക്വിസ്. ഈ ക്വിസിൽ പങ്കെടുത്ത 6 കുടുംബങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് വചനം പഠിക്കുവാനും കൂടുതൽ അതിൽ ആഴപ്പെടുവാനും നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഫൈനൽ സ്കോർ നില നമുക്ക് പരിശോധിക്കാം. 5 റൗണ്ടുകൾ നിങ്ങൾ വാശിയോടെ തന്നെ മത്സരിച്ചു. ഓരോ ടീമും ഒന്നിനൊന്ന് മികവ് പുലർത്തി. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ഓർമ്മ ഞങ്ങൾക്കും ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കുമുണ്ട്. അതിനാൽ തന്നെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഓരോരുത്തരുടെയും മാർക്കുകൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ടീം ബത്ലഹേം സ്കോർ ചെയ്തിരിക്കുന്നു 62.5 പോയിന്റ്. ടീം നസ്രത്ത് 65.25 പോയിന്റ്. ടീം കാന 45.75 പോയിന്റ്. ടീം ബഥാനിയ 60.25 പോയിന്റ്. ടീം കഫർനാം 88.33 പോയിന്റ്. and team Jericho 92.75 points. ഈ സ്കോർ നില പരിശോധിച്ചാൽ നമുക്കറിയാം ഇതിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു ജെറിക്കോ ടീം. ജെറിക്കോ നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ടീം കഫർനാം. 3ാം സ്ഥാനത്ത് ടീം നസ്രത്ത് നിൽക്കുമ്പോൾ 4ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നു ടീം ബത്ലഹേം. ഒട്ടും പിന്നിലല്ലാതെ ടീം ബഥാനിയ, ടീം കാന എന്നിവർ. എല്ലാ ടീം അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇതാ ഇവിടെ സമാപിക്കുന്നു ലോഗോസ് ഫമീലിയ ക്വിസ് 2016. ദാരിദ്ര്യത്തിന്റെയും സമ്പത്തിന്റെയും കാരണമെന്ന്. ദാരിദ്ര്യത്തിനൊരു കാരണമുണ്ട്, സമ്പത്തിനൊരു കാരണം. അലസനെ നിയോഗിക്കുന്നവൻ അനുഭവിക്കേണ്ടി വരുന്ന അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്ന 2 പ്രതീകാത്മക ഉപമകൾ. അലസനെ നിയോഗിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സൂചിപ്പിക്കാൻ 2 ഉപമകൾ സുഭാഷിത ഗ്രന്ഥകാരൻ പറയുന്നു. ഏതൊക്കെയായിരിക്കും? കല്ലിന് പുകയും പല്ലിന് വിനാഗിരിയും. ഏലിക്കുട്ടി ചേച്ചിയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. യോഹന്നാൻ 13:3 യേശു അറിഞ്ഞത് എന്തൊക്കെ?